നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. പൂയം നക്ഷത്രക്കാരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു കർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ കർമ്മം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല. ഒരു പണച്ചെലവുമില്ലാത്ത വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന, നിങ്ങളുടെ ദിവസത്തിലെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു 10 മിനിറ്റ് മാത്രം നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യാവുന്നതാണ്. ഇതിന് പ്രത്യേക ചിട്ടവട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രത്യേക വ്രതം എടുക്കേണ്ട കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഈ കർമ്മം നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ദൃഷ്ടിദോഷം, ശത്രുശല്യം, ആഭിചാരങ്ങളിലൂടെ നിങ്ങൾക്കുണ്ടായിരുന്ന ദോഷങ്ങൾ എല്ലാം മാറിക്കിട്ടുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സമയങ്ങളാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. നിങ്ങളുടെ സമയം കൃത്യമായിട്ട് നിങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയുകയും നിങ്ങളുടെ ഭാഗ്യങ്ങളെ നിങ്ങളിലേക്ക് അടുപ്പിക്കുവാൻ സാധിക്കുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കിയെടുക്കുവാൻ ഈ കർമ്മത്തിലൂടെ കഴിയുന്നതാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പൂയം നക്ഷത്രമെന്നല്ല, ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ എപ്പോഴാണ് പരാജയപ്പെടുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് നമ്മൾ പരാജയപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾക്ക് ഈ പ്രപഞ്ച ശക്തിയുടെ സ്വാധീനം, ഈശ്വരന്റെ അനുഗ്രഹം അത് കുറയുമ്പോഴും നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി വന്നു ചേരുമ്പോഴുമാണ് നമ്മൾക്ക് പരാജയം സംഭവിക്കുന്നത്. അങ്ങനെ പരാജയം സംഭവിക്കാതിരിക്കുവാനായിട്ട് നമ്മൾ എപ്പോഴും ഈശ്വരന്റെ അനുഗ്രഹത്തിലും പ്രപഞ്ച ശക്തിയാൽ പോസിറ്റീവ് എനർജിയിലും നമ്മൾ നിൽക്കേണ്ടതുണ്ട്. അതിനായിട്ട് ചെയ്യേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട്. അത് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ കാര്യങ്ങളെ കൽപ്പിച്ചു നൽകിയിട്ടുണ്ട് ഭാരതീയ ജ്യോതിഷം. മറ്റൊരു കാര്യം നമ്മൾക്ക് പ്രത്യേകം പറയാനുള്ളത്, ഇത് വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും കേട്ട് അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കുകയാണെങ്കിൽ ഇതൊരു 7 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന വിഷമതകളും കഷ്ടപ്പാടുകളും എല്ലാം മാറുന്നതാണ്. അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് കർമ്മത്തിലേക്ക് കടക്കാം. ഈ പൂയം നക്ഷത്രക്കാരുടെ രാശി എന്ന് പറയുന്നത് കർക്കിടകം രാശിയാണ്. ഇവരുടെ ദേവത ബൃഹസ്പതിയാണ്. മൃഗം ആടാണ്. ഇവരുടെ രാശ്യാധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. ഇവരുടെ വൃക്ഷം അരയാലും, ചിഹ്നം താമരയും, ഭൂതം ജലവും, അതായത് പഞ്ചഭൂതത്തിൽ വരുന്ന ഭൂതം ജലവുമാണ്. ഇത് മിക്ക ആളുകൾക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇതിൽ ഒളിഞ്ഞു കിടക്കുന്ന വലിയൊരു രഹസ്യമുണ്ട്. അത് അങ്ങനെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ വലിയൊരു വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ദേവതയായിട്ടുള്ള ബൃഹസ്പതിയുടെ ബീജമന്ത്രം എല്ലാ ദിവസവും നിങ്ങൾക്ക് മനസ്സ് ഏകാഗ്രമാക്കി വെക്കാൻ കഴിയുന്ന സമയത്ത് 7 മുതൽ 108 തവണ വരെ ചെറിയ ശബ്ദത്തോടുകൂടി ഉരുവിടുക. കാരണം ഈ ശബ്ദം പുറത്തേക്ക് വന്നാൽ മാത്രമേ അത് പ്രകൃതിയിൽ ലയിച്ച് പോസിറ്റീവ് എനർജി ഉണ്ടാകുകയുള്ളൂ. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ കുശുമ്പ്, അസൂയ, മറ്റുള്ളവരോടുള്ള വിദ്വേഷം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ രാശ്യാധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. ശനിദേവനെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ശനി മന്ത്രവും ഇതോടൊപ്പം തന്നെ 7 തവണ മുതൽ 108 തവണ വരെ മനസ്സ് ഏകാഗ്രമാക്കി ശനിയുടെ ബീജമന്ത്രവും നിങ്ങൾ ഉരുവിടുക. ചെറിയ ശബ്ദത്തോടു കൂടി തന്നെ ഉരുവിടേണ്ടതുണ്ട്. ഈ 2 മന്ത്രങ്ങളും നിങ്ങൾ ദിവസവും ഉരുവിടുമ്പോൾ നിങ്ങൾക്കുള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുകയും, ഈ മന്ത്രങ്ങളുടെ എല്ലാം പ്രത്യേകത ഏതാണ്, ഈ ലക്ഷാർച്ചന നടത്തുക എന്നൊക്കെ പറയുമ്പോൾ 1,00,000 തവണ മന്ത്രം ഉരുവിടുമ്പോഴാണ് അതിന് വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ മന്ത്രം ഉരുവിടുമ്പോഴും ഇതൊരു പ്രകൃതിയിലേക്ക് പോസിറ്റീവ് എനർജി ഉണ്ടായി അത് നമ്മളുടെ ശരീരത്തിലൊരു ഓറയായിട്ട് തീരുകയാണ്. ഇതുമൂലം നിങ്ങൾക്ക് കുറെ അധികം പോസിറ്റീവ് എനർജി ലഭിക്കുകയും ചെറിയ ചെറിയ ദോഷങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറിപ്പോകുവാൻ കഴിയുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയും പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പഞ്ചഭൂതങ്ങളില് നിങ്ങളുടെ ഭൂതം ജലമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ പുലർക്കാലെ ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ നിങ്ങൾ നിത്യോപയോഗത്തിനായിട്ട് അല്ലെങ്കിൽ കുടിക്കുവാൻ ഉപയോഗിക്കുന്ന ജലം ഒരു കൈക്കുമ്പിളിലെടുത്ത് സൂര്യഭഗവാന്റെ ആദ്യ കിരണങ്ങൾ ഈ ജലത്തിലേക്ക് പതിക്കുന്ന വിധത്തിൽ പിടിച്ചുകൊണ്ട് സൂര്യഭഗവാനെ സ്മരിക്കുന്നതും വളരെ നല്ലതാണ്. ഈ ജലത്തിലേക്ക് പതിക്കുന്ന കിരണങ്ങളുടെ ആ തിളക്കം നിങ്ങളുടെ മുഖത്ത് അടിക്കുന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിൽ വളരെ ഉചിതമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വൃക്ഷം
അരയാലാണ്. മാസത്തില് ഒരു തവണയെങ്കിലും അരയാലിന് 7 തവണ പ്രദക്ഷിണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. സമയം കിട്ടുമ്പോഴൊക്കെ അരയാലിന്റെ ചുവട്ടിൽ പോയി ഇരിക്കുന്നത് വളരെ നല്ലതാണ്. അത് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി തരുന്നതാണ്. നമ്മൾക്ക് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും ഒക്കെ കൽപ്പിച്ചു തന്നിട്ടുണ്ട് ഈ ഇന്ത്യൻ ജ്യോതിഷം. ഇത് തന്നിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തെ പോസിറ്റീവ് ആക്കാൻ കഴിയുന്ന ചില മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ മൃഗങ്ങളും വൃക്ഷങ്ങളെയൊക്കെ നമ്മൾ തിരിച്ചു പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ മൃഗം എന്ന് പറയുന്നത് ആടാണ്. ഈ ആടിനെ നിങ്ങൾക്ക് വളർത്താൻ കഴിയുമെങ്കിൽ വളർത്തുക. അതൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് തരുന്നതാണ്. അതിന് കഴിയില്ല എങ്കിൽ നിങ്ങളുടെ കിടപ്പുമുറിയിൽ ആടിന്റെ ഒരു ചിത്രം വയ്ക്കുകയും അത് കാണുന്നതും നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജി ലഭിക്കുന്നതാണ്. ഇനിയും നമ്മൾ പറയാൻ പോകുന്ന അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് വളരെ വ്യക്തമായിട്ട് കേട്ട് നിങ്ങളൊന്ന് അനുവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിജയമുണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നിറം എന്ന് പറയുന്നത് കറുപ്പും കടും നീലയും വെള്ളയും അടങ്ങുന്ന വസ്ത്രങ്ങളാണ്. ഇതിലേതെങ്കിലും ഒരു വസ്ത്രം ധരിച്ചാലും മതി. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 5, 6 എന്നിവയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു ശനിയാഴ്ച ദിവസം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ ഉചിതമായിരിക്കും. അതോടൊപ്പം തന്നെ 5, 6 എന്നീ സംഖ്യകൾ വരുന്ന തീയതികൾ, ഇപ്പോൾ 5-ാം തീയതിയാകാം, 6-ാം തീയതിയാകാം, 15-ാം തീയതിയാകാം, 16-ാം തീയതിയാകാം, അങ്ങനെയുള്ള തീയതികൾ 5ഓ 6ഓ ആ തീയതികളിൽ ഉണ്ടെങ്കിൽ അത് വളരെ ഉചിതമായിരിക്കും. അതോടൊപ്പം തന്നെ പൂയവും ശനിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങള് ഇത് വളരെ ഉചിതമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് ഒരു 80% പോസിറ്റീവ് എനർജി അവിടെ ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വർജിക്കേണ്ട ചില നക്ഷത്രങ്ങളുണ്ട്. അത് നിങ്ങളുടെ 3-ാം നാള്, 5-ാം നാള്, 7-ാം നാൾ, അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ നിങ്ങൾ വർജിക്കേണ്ടതുമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ വസ്തു വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ വാഹനം എടുക്കുവാനോ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുവാണെങ്കിൽ അതിൽ വൻ വിജയമായിരിക്കും. ഒരു വ്യാപാരം തുടങ്ങുവാനോ നമ്മളുടെ ഏറ്റവും അനുകൂലമായ സമയമെന്ന് പറയും. ഈ സമയത്ത് നിങ്ങൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ദുഷ്ടശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഭാരതീയ ജ്യോതിഷത്തില് ഓരോ നക്ഷത്രക്കാർക്കും പേരുകൾ തുടങ്ങേണ്ട അക്ഷരങ്ങൾ കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പൂയം നക്ഷത്രക്കാരുടെ കാര്യമെടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയാൻ പോകുന്ന പേരുകൾ ആയിരിക്കില്ല നിങ്ങളുടെ ആദ്യ അക്ഷരം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഈ പേരുകൾക്ക് ചേരുന്ന അക്ഷരങ്ങൾ ഏതാണെന്ന് നോക്കാം. പൂയം നക്ഷത്രത്തില് 1-ാം പാദത്തിൽ ജനിച്ചവർക്ക് ഹു എന്നും, 2-ാം പാദത്തിൽ ജനിച്ചവർക്ക് ഹേ എന്നും, 3-ാം പാദത്തിൽ ജനിച്ചവർക്ക് ഹോ എന്നും, 4-ാം പാദത്തിൽ ജനിച്ചവർക്ക് ഡ എന്നും തുടങ്ങുന്ന നാമങ്ങൾ സ്വീകരിക്കുന്നതാണ് വളരെ ഉചിതം. എന്നാൽ ദൗർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള പേരുകളൊക്കെ കണ്ടെത്താനായിട്ട് നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കിട്ടിയിരിക്കുന്ന പേര് അനീഷ് എന്നാണെങ്കിൽ, നിങ്ങൾ ഒരു പൂയം നക്ഷത്രക്കാരനാണ്, 1-ാം പാദത്തിൽ ജനിച്ച അനീഷ് എന്ന് പറയുന്ന ഒരാളാണ്. നിങ്ങൾ ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു വെള്ള പേപ്പർ എടുത്തതിന് ശേഷം അതിലേക്ക് ഹു എന്നെഴുതി ഒരു കുത്തിട്ടതിന് ശേഷം അനീഷ് എന്നെഴുതുക. അനീഷ് എന്നെഴുതിയതിന് ശേഷം അത് മടക്കി നിങ്ങൾ പൂജിക്കുന്ന പൂജാമുറിയിലോ ഇല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മുന്നിലോ അത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ആ വസ്ത്രങ്ങളുടെ നിറങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. തീയതികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ അന്നേ ദിവസം ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ സാഹചര്യം പോലെ ചെയ്യുക. അതിനു മുമ്പ് ആ ദിവസങ്ങളിലല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ദേവതയായ ബൃഹസ്പതിയുടെ മൂലമന്ത്രം, ബീജമന്ത്രം 7 തവണ ഉരുവിട്ടതിന് ശേഷം ഇതിനായിട്ട് പുറപ്പെടുക. ഈ കർമ്മങ്ങളെല്ലാം ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം നിങ്ങൾ ഈ പേപ്പർ എടുത്തതിന് ശേഷം ഒഴുക്കുള്ള ജലത്തിൽ, നിങ്ങളുടെ പഞ്ചഭൂതമായിട്ടുള്ള ജലത്തിൽ ഒഴുക്കി വിടുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയമുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ പൂയം നക്ഷത്രത്തിന്റെ ബീജമന്ത്രവും നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ 7 തവണ മുതൽ 108 തവണ വരെ ജപിക്കേണ്ടതുണ്ട്. ഇത് കൃത്യമായിട്ടുള്ള ഒരു സമയം പാലിക്കേണ്ടതാണ്. കാരണം നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിന് അതിന് നിങ്ങളുടെ ജീവിതത്തിലെ പോസിറ്റീവ് എനർജിയെയും നെഗറ്റീവ് എനർജിയെയും തരംതിരിക്കുവാനുള്ള വളരെയധികം വലിയ കഴിവുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മന്ത്രവുമായിട്ട് ഉണർന്നെഴുന്നേൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടാവുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട്
അനുവർത്തിച്ച് പോരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. അത് നിങ്ങളെ ഒരു ശരീരത്തിലെ ഒരു ഓറ പോലെ നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. ഒരു കണ്ണേറോ ഒരു ദൃഷ്ടിദോഷമോ ഒന്നും നിങ്ങൾക്ക് സംഭവിക്കില്ല. ഇത് മന്ത്രങ്ങൾ കൊണ്ട് നമ്മളുടെ നക്ഷത്രത്തിന്റെ മന്ത്രങ്ങൾ കൊണ്ട് നമ്മളുടെ നക്ഷത്രത്തെ ഉത്തേജിപ്പിച്ച് മറ്റുള്ള ബാഹ്യ ശക്തികളിൽ നിന്ന് നമ്മളെ തന്നെ സംരക്ഷിക്കുന്ന ഒരു കവചമായിട്ട് മാറുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ 7 ദിവസം ഒന്ന് അനുവർത്തിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം വിജയം ഉണ്ടാവും. നിങ്ങളുടെ ഒളിഞ്ഞു കിടക്കുന്ന ഭാഗ്യങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നതാണ്. നിങ്ങൾക്ക് നല്ല നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ പൂയം നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.